ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി തുടങ്ങി പിറ്റേ ദിവസം രാത്രി വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹാസിമും ഹാറൂനൊക്കെ പുറത്തേക്കാടെ കളിക്കാൻ പോയേക്കുമായിരുന്നു കേട്ടോ. പോയി വന്ന് കയറിയതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡിന്നർ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ആവോലി ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടി ഓൾറെഡി ഉച്ചയ്ക്ക് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഗോതമ്പിൻ്റെ അപ്പം, പിന്നെ റൈസ്, പിന്നെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി, ഇതൊക്കെയാണ് കേട്ടോ ഡിന്നറിന്. അപ്പോൾ ഗോതമ്പ് പൊടി ഒരു മുട്ടയും തേങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കാറ്. നല്ല സോഫ്റ്റാണ്, മീൻ കറിയുടെ കൂടെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇക്ക രാത്രി ചോറ് കഴിക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്കും ചോറ് കുറച്ച് കുറവായിരുന്നു രാത്രി. അപ്പോൾ പിള്ളേരും അപ്പമൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ആവോലി ഫ്രൈയും പിന്നെ എനിക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ, മത്തങ്ങ അരിശ്ശേരി പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാനും അങ്ങനെ കഴിച്ചു. പിന്നെ ദോശയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരി ഉഴുന്നൊക്കെ. അപ്പോൾ അതൊന്ന് രാത്രി അരച്ചെടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം ഫ്രൈഡേ ആണ്. അപ്പോൾ രാവിലെ സ്കൂളും മദ്രസ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരേ ഒരു ദിവസം ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ റിലാക്സായിട്ട് കുറച്ച് ഇഡലിയൊക്കെ ഉണ്ടാക്കാം, കുറേ ആയി ഇഡലി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലാനിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ദോശയ്ക്ക് അരച്ചെടുക്കുന്നുണ്ട്. ആസിമിൻ്റെ ഒരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ മൂപ്പർക്കും ഒരു പ്ലേറ്റൊക്കെ വെച്ച് ചോറൊക്കെ കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ ആളും ഞങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ കഴിക്കും, കുറച്ചൊക്കെ താഴേക്ക് ഇടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ബഹ്റൈനിലുള്ള ഇക്കായാണ് കേട്ടോ, അബ്ബാസ് ഇക്ക. അപ്പോൾ ആൾ ഇവിടെ ഒരു എക്സിബിഷനും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വന്നതാണ്. കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇക്കയുടെ നമ്പർ ചോദിച്ചിട്ട് ആൾ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ കാണുക എന്നല്ലാതെ അങ്ങനെ ഒരുപാട് സംസാരിക്കുക അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആൾ സൗദിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഉംറ കഴിഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വൈഫാണ് ഞങ്ങളായിട്ടുള്ള റിലേഷൻ. അപ്പോൾ നമ്മളുടെ അടുത്ത് നമ്പർ ചോദിച്ച് ഇക്കാനപ്പം തന്നെ വിളിച്ച്, അപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആകുമ്പോൾ വരാം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷാർജയിൽ നമ്മുടെ സീ ഫുഡിൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ നമ്പറൊക്കെ വാങ്ങി വിളിച്ച് ഇവിടം വരെ വന്നപ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് സർപ്രൈസായി പോയിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇഷ്ടംപോലെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ അറിയാറ് പോലും ഉണ്ടാവില്ല അവർ വരുന്നതും പോകുന്നതും. ഒന്നാമത് എന്തെങ്കിലും തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ അത്രയും തിരക്കിൻ്റെ ഇടയിലും ആൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് 20 മിനിറ്റ്സ് പെട്ടെന്ന് തിരക്ക് പിടിച്ച് വന്നു പോയപ്പോൾ നമ്മൾ ഒരുപാട് അവരുടെ മുമ്പിൽ ചെറുതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് കേട്ടോ എനിക്കുണ്ടായത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി ആളങ്ങനെ നമ്പറൊക്കെ വാങ്ങി വിളിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ വിളിച്ച് വന്ന് പോയപ്പോൾ. നമ്മളിതുവരെ കണ്ടിട്ടില്ല, ഇക്കാനെയൊക്കെ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ആൾ. എന്നാലും വന്ന് പരിചയപ്പെട്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് മക്കളെയൊക്കെ കണ്ട് അങ്ങനെ ആൾ പോവുക ചെയ്തത്. അപ്പോൾ അന്ന് ഫ്രൈഡേ വൈകിട്ടാണ് കേട്ടോ അവർ വന്നത്. അപ്പോൾ ഇന്ന് രാവിലേക്കായി ഞാൻ സുബഹിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടിയൊക്കെ ഒന്ന് കിടന്നു കേട്ടോ. അപ്പോൾ പഴയ പോലെ അത്ര നല്ല ക്ലൈമറ്റൊന്നുമല്ല, എന്നാലും ചൂടൊന്നുമില്ല കേട്ടോ, ഒരു നോർമൽ കാലാവസ്ഥ. മോർണിംഗിൽ ചെറിയൊരു തണുപ്പും കാറ്റൊക്കെ അങ്ങനെയൊക്കെ തന്നെയുണ്ട്. അപ്പം മാവൊക്കെ നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 8:45 സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇഡലി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ഇഡലിത്തട്ട് 4 എണ്ണമാണ് കേട്ടോ. പക്ഷേ ഏറ്റവും താഴത്തേൽ വെള്ളം കയറാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഈ ഒരു ഇഡ്ഡലിത്തട്ട് എനിക്ക് അത്ര കംഫർട്ടല്ല, ഇതൊന്നും മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏറ്റവും താഴെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇഡ്ഡലി ആണെങ്കിലും ഇടിയപ്പമാണെങ്കിലും വെള്ളം കയറും എന്നൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 3 തട്ടിലേ ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഒരു സെറ്റേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ ദോശ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അതും ആക്കിയെടുക്കുന്നുണ്ട്. നമ്മളുടെ തക്കാളിയും സവാളയും ചതമുളകും കൂടി വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും. ചിലപ്പോൾ ഞാനത് ഉണ്ടാക്കും, ചില സമയത്ത് തേങ്ങ ചട്നി ഉണ്ടാക്കും. അപ്പോൾ ഓരോ സമയത്ത് ഒരു ഇൻട്രസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് നാളെ ആണല്ലോ എക്സാം. ഇന്നിപ്പോൾ സ്കൂളും ഇല്ല മദ്രസയില്ല. അപ്പോൾ രണ്ടുപേരെയും പഠിക്കാനുള്ളതൊക്കെ കൊടുത്ത് അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കണമല്ലോ, ഫ്രൈഡേയുമാണ്. ഞാനൊരു 5-6 ടൈപ്പ് മന്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പലരുടെയും ട്രൈ ചെയ്തിട്ട് ഐഷാസ് കിച്ചൺ, ഫതുവാസ് കിച്ചൺ, കണ്ണൂർ കിച്ചൺ, അങ്ങനെ ബിരിയാണി മന്തിയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു 3 ചാനലും ആയിരിക്കും കേട്ടോ നോക്കുന്നത്. ഞാനത് നോക്കി ഇങ്ങനെ ഒരുപാട് സെർച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നോക്കിയിട്ട് ഏതാണോ എനിക്ക് കംഫർട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് അല്ലാതെ എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും കണ്ടിരിക്കാറില്ല. ചിലത് നമുക്കങ്ങനെ ഇൻട്രസ്റ്റ്, ചില വീഡിയോസ് കാണുമ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രേവിങ്സ് തോന്നും. അങ്ങനെയുള്ളത് മാത്രമാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാറ്. അപ്പോൾ പിള്ളേർ മുന്തിരിയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കണേൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഈ പറഞ്ഞോണം വിശപ്പാണല്ലോ. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ സ്കിന്നോടുകൂടി തന്നെ ഞാൻ കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വലിയ പീസ് പട്ടയും ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളകും കൂടി വറുക്കൊന്നും വേണ്ട, നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റല്ല, ഒന്ന് ഒതുക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ തുടച്ച് എടുത്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചിക്കൻ ക്യൂബ്, 1.5 കിലോ ആണെങ്കിൽ ഒരു പാക്കറ്റിൻ്റെ അകത്തുള്ള ചിക്കൻ ക്യൂബ്, പിന്നെ ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് ഒലിവ് ഓയിലാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. എപ്പോഴും സൺഫ്ലവർ ഓയിലല്ലേ നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് നല്ലപോലെ തേച്ച് ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂറോളം വെക്കണം. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു അരമണിക്കൂറേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് സവാള ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അതിന് പകരം സ്പ്രിംഗ് ഒനിയനാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാനിതുവരെ മന്തി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ എല്ലാം സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ വിളിച്ച് പറയും കേട്ടോ. ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരു 9:30-10 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും ഗ്രാൻഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തലേദിവസം തന്നെ, അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത റെസിപ്പികളാണെങ്കിൽ തലേദിവസം പ്ലാൻ ചെയ്ത് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വിളിച്ച് പറയും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് രണ്ടും എടുക്കുന്നത്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു 4 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. പാനിലേക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒലിവ് ഓയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നത് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ ഓയിൽ എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ റൈസ് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. എപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഓയിൽ കൂടുതലുള്ളതാണ് ആ ഒരു റൈസിന് ഒരു ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം സ്പ്രിംഗ് ഓനിയനും ക്യാപ്സിക്കം ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് അത് നല്ലപോലെ കെറ്റിലിൽ തിളപ്പിച്ചെടുത്തിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പുറത്തേക്ക് തന്നെ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ, ഓയിലോ ഒന്നും ഒഴിക്കേണ്ട, ചിക്കൻ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചിക്കനിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കും 2 പീസ് ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൈസിലേക്കും ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിലേക്കും ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിക്കൻ നോർമൽ കട്ടിങ് ആയിരുന്നു. ഒരു 1.5 കിലോ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു 8-9 പീസ്. ഇത് അത്യാവശ്യം വലിയ പീസായിട്ട് മന്തി കട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ അത് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട്, അപ്പോൾ നമ്മൾ പാത്രം തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 90% ഒക്കെ വേവ് കറക്റ്റായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 2 ഉണക്ക നാരങ്ങയുണ്ടല്ലോ, ഡ്രൈഡ് ലെമൺ 2 എണ്ണം, പിന്നെ ലെമണിൻ്റെ ജ്യൂസും 2ഉം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ലെമണിൻ്റെ ജ്യൂസ് മാത്രമാണ് വീഡിയോയിൽ ആഡ് ചെയ്തത്, പക്ഷേ ഞാൻ 2ഉം ആഡ് ചെയ്യുന്നുണ്ട്. ലെമണിൻ്റെ ജ്യൂസ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 2ഉം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വെന്ത് സെറ്റായിട്ടിരിക്കുന്ന റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20-25 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ റൈസും ചിക്കനും അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ റൈസ് ചൂടനെ തന്നെ ഒരുപാട് ടൈം എടുക്കാതെ തന്നെ, അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഉടനെ ചിക്കൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വെന്ത് വന്ന സമയം കൊണ്ട് റൈസും ആവും. എന്നിട്ട് റൈസ് അതിൻ്റെ മുകളിലേക്കും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ വലിയ പീസായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരമണിക്കൂർ വെക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ പീസാകുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കുമല്ലോ.
അപ്പോൾ അങ്ങനെ തിരിച്ച് മറിച്ചിട്ടൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 90% ആയപ്പോൾ ഞാനങ്ങനെ ലെമൺ ജ്യൂസും ഡ്രൈഡ് ലെമണൊക്കെ ആഡ് ചെയ്തിട്ട് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഞാനങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. റൈസ് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളകുകൾ, ഒരു 8-9 ഗ്രീൻ ചില്ലി ഞാനങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ അങ്ങനെ റൈസ് അവിടെ കിടന്നാവട്ടെ. അപ്പോഴത്തേക്കും അതിലേക്ക് പപ്പടം, ചട്നി ഇതൊക്കെ ആക്കണമല്ലോ. അപ്പോൾ ടൊമാറ്റോ ചട്നിയാണല്ലോ നമ്മുടെ മന്തിയുടെ കോമ്പിനേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മുടെ തക്കാളി ഒരെണ്ണം, പിന്നെ ഒരു പച്ചമുളക്, ചെറിയൊരു ഗാർലിക്ക് ഒക്കെ കൂടി കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് പേസ്റ്റാക്കി അരച്ചെടുക്കരുത്. ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തൈരിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടവും പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിൻ്റെ ഇടയിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കലും കാര്യങ്ങളൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു 100 പ്രാവശ്യം അപ്പുറത്ത് പോയി വരുന്നുണ്ട്. അങ്ങനെ അവർ കുളിച്ച് റെഡിയായി പള്ളിയിലൊക്കെ പോയി. അപ്പോൾ ഇന്നൊരു സ്ലോ ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് ഫാസ്റ്റിലൊന്നും ചെയ്യാനുള്ളൊരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവർ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കുഞ്ഞും ഹാറൂനും മാത്രമേ രാവിലെ കഴിച്ചുള്ളൂ. ഇക്ക കഴിച്ചപ്പോൾ ആ സമയമായി. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഫുഡ് എടുത്തപ്പോഴും. എനിക്കും അങ്ങനെ വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇഡലി ഒരു 1.5 ഇഡലിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുഞ്ഞ് ഇഡലിയായിരുന്നു. അപ്പോൾ ഞാനൊരു ദോശയും കൂടിയും ചുട്ടിട്ട് അങ്ങനെയാട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ പപ്പടം, നമ്മുടെ ബീട്രൂട്ട് അച്ചാർ, നമ്മുടെ ചട്നി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു താലത്തിലേക്ക് അങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെ റൈസ് അടിയിലത്തെ മസാല ഉള്ള ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ ചിക്കൻ്റെ, അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യണേ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചിക്കൻ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കും. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. ഒട്ടും പണിയില്ല, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. മന്തി ഉണ്ടാക്കി തുടങ്ങി പിന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട്. ബിരിയാണിക്ക് നല്ല പണിയാണല്ലോ. അപ്പോൾ മന്തിയിൽ തന്നെ വെറൈറ്റികൾ ഇങ്ങനെ ട്രൈ ചെയ്യും ഓരോ തവണ. മക്ലൂബ് ഉണ്ടാക്കും, മജ്ബൂസ്, മന്തി തന്നെ ഒരു 5-6 ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് മന്തിയാണ്. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ കണ്ണൂർ കിച്ചൺ ആ ചാനലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് തന്നെ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ ഓണിയൻ ആഡ് ചെയ്താലും മതി. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ ആ റൈസിന് നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒലിവ് ഓയിലും ആണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. പിന്നെ കുറച്ചൊരു സ്പൈസി കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് കൂടിപ്പോയി. കാരണം ചിക്കനിൽ ആഡ് ചെയ്യുന്ന ക്രഷ്ഡ് പെപ്പറിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചെറുതായിട്ട് കുട്ടികൾക്ക്. പിക്കാക്ക് പക്ക ഓക്കെ ആയിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് കുറച്ച് ചെറുതാക്കാമായിരുന്നു എന്ന് തോന്നി. അവർ ഇത്രയും വലിയ പീസാക്കി തരുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഹാസിമ് ഇതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ കഴിക്കാനും പിടിക്കാനൊക്കെ പോയി വന്നതുകൊണ്ട് അവനിക്കിപ്പോൾ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. പിള്ളേർക്ക് ഒട്ടും സ്പൈസി ഇല്ലാതെ കൊടുത്ത് എൻ്റെ നാവിനും ഒട്ടും ഇപ്പോൾ എരിവ് പിടിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്കും പിള്ളേരുടെ അതേ എരിവ് തന്നെ മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചും കുറച്ചൊരു എരിവ് കൂടുതൽ പോലെ ഫീൽ ചെയ്ത്. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ഫ്ലേവറായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ റമദാൻ ഒക്കെ ആയിട്ട് ബാൽക്കണി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കടുത്ത് പറയായിരുന്നു കേട്ടോ. ബാൽക്കണി കഴുകണ പരിപാടിക്കായും ഹംദാനും കൂടിയിട്ട് ഫ്രൈഡേയ്സാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ ആയിട്ടാണ് ചെയ്തിട്ട്, നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ചെയ്തതാണ്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഇപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അത് ജസ്റ്റ് നല്ലപോലെ വാക്വം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ ആണെങ്കിലും ഒട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് പഴയതായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ആൾ കൈയോടെ പോയി ഒരു വാക്വം ക്ലീനർ നമ്മുടെ ഗ്രാൻഡിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട്, അത് ഭയങ്കര അടിപൊളി സാംസങ്ങിൻ്റെയാണ്. പക്ഷേ മറ്റേതുപോലെയല്ല കേട്ടോ, ഭയങ്കര പ്രഷറായിരുന്നു കേട്ടോ അതിന്. പുതിയതായതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി നല്ല മോഡലായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുകയായിരുന്നു കേട്ടോ ബാൽക്കണിയിൽ. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാൽക്കണി ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ കഴുകിയെടുക്കണ്ട, കാരണം ഒന്നാമത് വിൻ്ററും ഒക്കെ അല്ലേ, ചൂടും വെയിലും ഒക്കെ കുറവായതുകൊണ്ട്
ഉണങ്ങാനും ഒരു 4 അല്ലെങ്കിൽ തന്നെ ചൂടുള്ള സമയത്ത് തന്നെ 3-4 ദിവസം എടുക്കും കേട്ടോ ഉണങ്ങാനായിട്ട്. അപ്പോൾ വിൻ്ററും കൂടി ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുണികളൊക്കെ വിരിച്ചിടാനും ബാൽക്കണിയിലേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്കവന് കഴുകേണ്ട ആവശ്യമില്ല, നല്ലപോലെ വാക്കം ചെയ്തെടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആസിമിൻ്റെ തല ഒന്ന് വാക്കം ചെയ്ത് നോക്കിയതാണ് കേട്ടോ മുടിയൊക്കെ. അപ്പോൾ ഇക്ക പള്ളി പോണ സമയത്താണ് അപ്പോൾ അബ്ബാസ്ക വിളിച്ചത്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഒന്ന് ലൊക്കേഷൻ ഇട്ട് അപ്പോൾ ഈ സമയമാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ആൾ വിളിച്ച് അങ്ങനെ ആ സമയം എപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നെടുക്കണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു അബദ്ധമായി. അബ്ബാസ്കായും ഇത്തായും മക്കളൊക്കെ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഇപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ട്. അപ്പോൾ ആ സമയത്ത് എടുക്കാനും ഒരു മടിയായിരുന്നു. അപ്പോൾ ഈ ഫുഡ് എക്സിബിഷൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല വലിയ പ്രോൺസും പിന്നെ സാൽമൺ, അതുപോലെ സുഷി ഉണ്ടല്ലോ, സുഷിയൊക്കെ റെഡിമെയ്ഡ് സുഷി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുന്ന സംഭവം, പിന്നെ ഒരു വെറൈറ്റി പാസ്ത, കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചു. അപ്പോൾ രാത്രി ചെറിയൊരു റമദാൻ ക്ലീനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത്, എൻ്റെ വാർഡ്രോബാണിത്, ഇതിൻ്റെ പൊക്കത്തെ ഷെൽഫ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെഡിസിനും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളുടെ ചവിട്ടികളൊക്കെ കഴുകി ഇതൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി ആ ഒരു ഏരിയ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് കേട്ടോ. താഴെ ഭാഗമൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പറുകളൊക്കെ ഇഷ്ടംപോലെ വന്ന് കുന്നുകൂടിയിട്ടുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്കതൊക്കെ ആരെങ്കിലും എടുക്കാനൊക്കെ വരികയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പോൾ ഇവിടെ അത് വേസ്റ്റ് കൊണ്ടുപോയി വെക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഹാറുൻ്റെയിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫ് തുടച്ചിട്ട് ഇതിലേക്ക് പുതിയ വാക്വം ക്ലീനർ അങ്ങനെ പീസാക്കി അതിൻ്റെ അകത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്ക രാത്രി മന്തിയൊന്നും കഴിക്കില്ല. അപ്പോൾ പെട്ടെന്ന് കയറി വന്ന് ഫുഡ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോർട്ടഡ് വെജീസ് ആക്കിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ മന്തിയുടെ അകത്തുനിന്ന് ഒരു ചിക്കൻ എടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബ്രക്കോളി, മഷ്റൂം എല്ലാം കൂടി സോട്ട് ചെയ്ത് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് ഒലിവ് ഓയിൽ സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് നമ്മുടെ ചിക്കനും പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 മുട്ടയും ബുൾസൈ ആക്കിയിട്ട് ഇക്കാടെ ഡിന്നർ ഇതായിരുന്നു കേട്ടോ. കുറച്ച് സാലഡ് ഡ്രസ്സിങ്ങും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോർട്ടഡ് വെജീസ്. പക്ഷേ ഒരു ടേസ്റ്റ് നോക്കാൻ പോലും കിട്ടിയില്ല. കാരണം ആൾക്ക് ഈ ഡിന്നറിന് ഇപ്പോൾ ഇത്രയും വേണമല്ലോ ക്വാണ്ടിറ്റി, ഇത് മാത്രമല്ലേ കഴിക്കുന്നത്. അങ്ങനെ ഇക്കാടെ ഡിന്നർ ഇതായിരുന്നു. ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളുടെ മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്ന് വന്ന ഗസ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ വരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് അറിയിക്കുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.